എന്താണ് യൂട്രൈൻ പ്രൊലാപ്സ് അഥവാ ഗർഭപാത്രം താഴേക്ക് ഇറങ്ങി വരിക? ഗർഭപാത്രത്തിന്റെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസിനും ലിഗമെന്റ്സിനും ബലക്കുറവ് വരുമ്പോൾ ഗർഭപാത്രം യോനിയിലേക്ക് ഇറങ്ങി വരുന്നതിനെയാണ് യൂട്രൈൻ പ്രൊലാപ്സ് എന്ന് നമ്മൾ പറയുന്നത്. കൂടുതലായിട്ടും അത് മാസമുറ നിന്ന സ്ത്രീകളിലാണ് കാണുന്നത്. യൂഷ്വലി ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക്. അതല്ലാതെ യങ് പേഷ്യൻസിനും 2-3 ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനും നമ്മളത് കാണാറുണ്ട്. അപ്പൊ യങ് പേഷ്യൻസിന് യൂട്രൈൻ പ്രൊലാപ്സ് വരികയാണെങ്കിൽ അവർക്ക് എപ്പോഴും യൂട്രസ് റിമൂവ് ചെയ്തിട്ട് തന്നെയുള്ള സർജറി ആവശ്യം ഇല്ല. അവർക്ക് യൂട്രസ് റിട്ടൈൻ ചെയ്തിട്ട് ഭാവിയിൽ അവർക്ക് വീണ്ടും ഒരു പ്രഗ്നൻസിക്ക് സാധ്യതയുള്ള സർജറീസ് നമുക്ക് ഇന്ന് അഡ്വാൻസ്ഡ് ലാപ്രോസ്കോപ്പിക് സർജറീസ് വഴി അവൈലബിൾ ആണ്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാപ്രോസ്കോപ്പിക് സൈക്രോഹിസ്ട്രോപെക്സി എന്ന പ്രൊസീജിയറിലൂടെ യൂട്രസ് റീറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഇനി ഒരു കുഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓൾഡ് ഏജ് പേഷ്യൻസ്, അതായത് 50 കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ആണ് യൂട്രസ് ഇനി റീറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളവർക്ക് നമുക്ക് യൂട്രസ് റിമൂവ് ചെയ്ത് യൂട്രസിന്റെ കൂടെ ഇറങ്ങി വരുന്ന മൂത്രാശയവും മലാശയവും മേളിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്ന പ്രൊസീജിയറും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഗർഭപാത്രം ഇറങ്ങി വരിക എന്നുള്ളത് ഒരു മടിയോടുകൂടി നിങ്ങൾ പറയേണ്ട കാര്യമില്ല. അത് കോമൺ ആയിട്ട് കാണുന്നതാണ്. എസ്പെഷ്യലി നമുക്ക് മാസമുറ നിന്ന സ്ത്രീകളിൽ ഒരു 50% സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് യൂട്രൈൻ പ്രൊലാപ്സ് എന്ന് പറയുന്നത്.